നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രൊഫസർ കോന്നി പൗമാർ. ഇപ്പോൾ ഇസ്രയേലാണ് താരം. മധ്യപൂർവ്വ ദേശത്ത് ഇസ്രയേൽ തങ്ങളുടെ അധീശത്വം ഓരോ ദിവസവും ഉറപ്പിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ ചർച്ചകളിൽ നിറഞ്ഞു വരുന്നത് മൊസാദിനെ കുറിച്ചുള്ള വലിയ കഥകളാണ്. ചിലതൊക്കെ നിറം പിടിപ്പിച്ചതും പലതും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതുമാണ്. 2011 ജനുവരി 6 അന്ന് റംസത്ത്, മൊസാദിന്റെ തലവന്മാർ അറിയപ്പെടുന്ന റംസത്ത് എന്നാണ്, മേയർ ദാഗൻ, അദ്ദേഹം തന്റെ സ്ഥാനമൊഴിയുമ്പോൾ അടുത്ത സ്ഥാനമേൽക്കുന്ന മൊസാദ് തലവനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. കടാര് നമ്മുടെ മാംസത്തെ മുറിപ്പെടുത്തുന്നത് വരെ നമ്മൾ ആക്രമണത്തിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക. പക്ഷേ കടാര് നമ്മുടെ മാംസത്തെ മുറിപ്പെടുത്തിയാൽ പിന്നീട് നമുക്ക് മുന്നിൽ യുദ്ധം മാത്രമേ പോംവഴിയുള്ളൂ. ഇറാൻ നമ്മുടെ മുന്നിലുള്ള അപകടമാണ്. ഇറാൻ എന്ന് ആണവശക്തിയാകുന്നുവോ അന്ന് ഇസ്രായേൽ സർവനാശത്തിലേക്ക് പതിക്കും. അതുകൊണ്ട് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വരുന്ന 13 വർഷത്തേക്കുള്ള സുരക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത്. ഓരോ മൊസാദ് തലവന്മാരും അവരുടെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. ഇസ്രായേലിനെ വരുന്ന 13 വർഷക്കാലം മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരക്ഷയുള്ള ഒരു രാജ്യമാക്കി വാർത്തെടുക്കാനുള്ള ദൃഢപ്രതിജ്ഞയാണ് അവർ ചെയ്യുന്നത്. ഇസ്രായേലിന് മുന്നിൽ ഇറാൻ എന്ന ശത്രു തന്നെയാണ് മേയർ ദാഗൻ ഉയർത്തിക്കാട്ടിയത്. ആ ശത്രുവിനെ നമ്മൾ തളച്ചു. മേയർ ദാഗൻ ഇസ്രായേലിന്റെ ജെയിംസ് ബോണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മേയർ ദാഗന്റെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ മൊസാദ് തലവൻ എന്നുള്ള തലത്തിലുള്ള ആഗോള ഇടപെടലുകൾ പലപ്പോഴും ഇറാനെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. മേയർ ദാഗന്റെ കാലഘട്ടത്തിൽ ഇറാനിൽ മരിച്ചു വീണ ആണവശാസ്ത്രജ്ഞരുടെ എണ്ണത്തിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു ഭീതിതമായ കണക്കുണ്ട്. ഇറാന്റെ പല തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും അപ്രത്യക്ഷരാകുന്നു. അവരൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴുന്നു. ഇറാനിയൻ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടുന്ന വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, അപകടത്തിൽപ്പെടുന്നു. മൊസാദ് അതൊരു വല്ലാത്ത കഥയല്ലേ? തീർച്ചയായിട്ടും സുൈമൻ പറഞ്ഞത് മൊസാദിന്റെ നിറം പിടിപ്പിച്ച കഥകൾ എന്ന് പറയുമ്പോൾ ശരിയാവില്ല. മൊസാദിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഒള്ളി ദി ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. മൊസാദിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് അവിശ്വസനീയമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം സുൈമൻ സൂചിപ്പിച്ച പോലെ എല്ലാ രാജ്യങ്ങളും, ഇപ്പം അമേരിക്ക ആയാലും ശരി, റഷ്യ ആയാലും ശരി, ചൈന ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, അവരുടെ ശേഷി, പ്രതിരോധ ശേഷി നിലനിർത്തുന്നത് അവരുടെ ആംഡ് ഫോഴ്സിലാണ്. ഇപ്പം അമേരിക്കൻ മറൈൻ സോൾജിയേഴ്സ്, അല്ലെങ്കിൽ അമേരിക്കൻ എയർഫോഴ്സ്, അമേരിക്കൻ സോൾജിയേഴ്സ് ഒക്കെ അവിടെയാണ് അതിൻ്റെ ശക്തി കാണിക്കുന്നത്. റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ അത് തന്നെ. പക്ഷേ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ചുമതല സൈന്യത്തിനേക്കാൾ കൂടുതൽ ഒരു രഹസ്യ പോലീസ് ഏറ്റെടുത്തിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇസ്രായേലാണ്. അപ്പോൾ നമ്മൾ ഈ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ശക്തി, ഈ സാംസന്റെ ശക്തി മുടിയിലാണെന്നാണല്ലോ പറയുന്നത്. ഇസ്രായേലിന്റെ ശക്തി മൊസാദിലാണ്. അതാണ് അതിന്റെ വാസ്തവം. അപ്പൊ ഈ മൊസാദ് എന്ന് പറഞ്ഞ ഒരു സംഘടന, അവര് ഇസ്രായേലിനെയും യഹൂദരെയും സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ജീവൻ ത്യജിച്ചുകൊണ്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ സമാനതകളില്ലാത്ത ഒരു സംഘടനയാണ് യഥാർത്ഥത്തിലെ മൊസാദ്. മ്യൂണിച്ച് ഒളിമ്പിക്സ് വില്ലേജിൽ അന്ന് അത്ലറ്റുകൾ കൊല്ലപ്പെട്ടപ്പോൾ തീവ്രവാദികൾക്ക് നേരെ മൊസാദ് നടത്തിയ ആ ആക്രമണങ്ങൾ, ആ കൊലപാതക പരമ്പര, ഒരുപക്ഷെ അതായിരിക്കാം ലോകത്തെ വിറപ്പിച്ച ഏറ്റവും വലിയ ഒരു കൊലപാതക പരമ്പര. ഓരോ ശത്രുവിനെ തേടിപ്പിടിച്ചു കൊല്ലുമ്പോഴും തലേന്ന് തന്നെ അവരുടെ വസതിക്ക് മുന്നിൽ ഒരു റീത്ത് സമർപ്പിക്കുന്നു. ഇസ്രായേൽ മറക്കില്ല, ക്ഷമിക്കില്ല എന്നാണ് ആ റീത്തിൽ എഴുതിയിരുന്നത്. ശത്രു ഏത് രാഷ്ട്രത്തിൽ ഒളിച്ചാലും, ഏത് രാഷ്ട്രത്തിന്റെ സുരക്ഷിത ശീതളിമയിൽ ഒളിച്ചിരുന്നാലും അവരെയൊക്കെ തേടിപ്പിടിച്ചെത്തുന്ന മൊസാദിന്റെ തന്ത്രങ്ങൾ. അന്ന് ഒരുപക്ഷെ നമ്മൾ പിന്നീട് സിനിമകളിലൊക്കെ കാണുന്ന ടെലിഫോൺ ബോംബുകൾ, സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ലോകത്തിൽ ആസൂത്രണം ചെയ്ത വിഭാഗം. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ മൊസാദ് അത് തന്നെയല്ലേ ഇസ്രായേലിന്റെ ഒരു നിലനിൽപ്പിന്റെ നട്ടല്? അതെ സുൈമൻ, ആ മ്യൂണിക്ക് ഒളിമ്പിക്സിലെ 1972 12 കായിക താരങ്ങളെയാണ് ഇവരെ ബ്ലാക്ക് സെപ്റ്റംബർ എന്നാണ് ആ സംഘടനയുടെ പേര്. അവര് കടന്നു ചെന്ന് നിഷ്കരണം കൊന്നത്. അവര് ആരും യുദ്ധത്തിന് വന്ന ആളുകളല്ല. അവര് ഒരു കായിക വേദി ഒളിമ്പിക്സ് ഉപയോഗിക്കാൻ വന്ന ആളുകളാണ്.
എത്ര നിഷ്കരണം അവരെ കൊന്നു തള്ളി നൽകണം. നമ്മളിപ്പോൾ ഇസ്രായേലിനെ കുറ്റം പറയുമ്പോഴൊക്കെ ഈ ജൂതന്മാരെ അനുഭവിക്കേണ്ടുന്ന പീഡനങ്ങളോട് അവരും മനുഷ്യരല്ലേ, അത് നമ്മളത് പരിഗണിക്കണ്ടേ. ആ 12 പേരെ കൊന്നപ്പോൾ അവർ തീരുമാനിച്ചു ഇതിന് തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യണം. അവിടാണ് ഇസ്രായേലിന്റെ ഈ രഹസ്യ പോലീസിന്റെ അകത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകുന്നത് 1973 അന്ന് 73 ഇവർ ലിസ്റ്റ് ചെയ്തു. സുലൈമാൻ പറഞ്ഞ പോലെ അവരെ പോയി കണ്ടു വന്നു. പക്ഷേ അവരെ വധിച്ച ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും സാഹസികമായ കൊലപാതകം എന്ന് പറയുന്നത് ഹുസൈൻ അൽ ബഷീർ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു. അയാൾ ആദ്യം ഫത്ത പാർട്ടിയിലായിരുന്നു, പിന്നീട് അയാളാണ് ഈ ബ്ലാക്ക് സെപ്റ്റംബറിന്റെ ഈ തലവൻ. അതിനുമുമ്പ് ഒരു കൊച്ചു കഥ കൂടി. ബ്ലാക്ക് സെപ്റ്റംബർ ഭീകരന്മാർ വാസ്തവത്തിൽ അവരെ അന്ന് ജർമ്മൻ സൈന്യവും പോലീസും ചേർന്നവരെ പിടികൂടി ജയിലിൽ അടച്ചതാണ്. പക്ഷെ ഒരു പ്ലെയിൻ തട്ടിക്കൊണ്ടുപോയി. അത് പക്ഷെ ഒരു ആസൂത്രിത നാടകമായിരുന്നു. അതിന്റെ പേരിൽ വിലപേശി ഭീകരന്മാരെ അന്ന് വിട്ടയച്ചു. ആ ഭീകരന്മാരെ വിട്ടയച്ചപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അന്ന് നടത്തിയ ഒരു വികാരഭരിതമായ പ്രസംഗമുണ്ട്. തന്റെ സൈന്യത്തോട് ഈ ഭീകരർ എവിടെ ഒളിച്ചാലും അവരെ തേടിപ്പിടിച്ച് വകവരുത്തണമെന്ന് പറയുന്നു. ഒപ്പം മൊസാദിനെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു. പിന്നീടാണ് ലോകം കണ്ട ഏറ്റവും രക്തം വിറയ്ക്കുന്ന ആ ഒരു ചോരപ്പാടുകൾ നിറഞ്ഞ ഒരു തേടിച്ചെല്ലലുകളുടെയും കൊലപാതക പരമ്പരകളുടെയും ഒരു സീരീസ് അല്ലേ? അല്ല, അതിനകത്ത് ഏറ്റവും രസകരമായ നമ്മുടെ ഏറ്റവും രസകരമായിട്ട് അവസാനം പറഞ്ഞത് ഇസ്മായിൽ ഹാനിയയുടെ മരണമല്ലേ? വളരെ അതൊന്നുമല്ല. 1973 ഈ ബ്ലാക്ക് സെപ്റ്റംബറിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഹുസൈൻ അൽ ബഷീർ ആയിരുന്നു. അദ്ദേഹം സൈപ്രസിലെ ഒരു രഹസ്യ ദൗത്യവുമായിട്ട് വരികയാണ്. ഈ ഹുസൈൻ അൽ ബഷീർ സൈപ്രസിൽ അതീവ രഹസ്യമായിട്ടാണ് ഇദ്ദേഹം എത്തുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അവിടെ ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള ദ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വന്നു, അദ്ദേഹം കാണേണ്ട ആളുകളെയൊക്കെ കണ്ടു. അതിനുശേഷം ഹോട്ടലിലേക്ക് പോകുന്നു. ഹോട്ടലിൽ ചെന്ന് അദ്ദേഹം മുറിയെടുത്തു. ഒരു 10-15 മിനിറ്റ് അർദ്ധരാത്രി ആയപ്പോഴേ അതിഭീകരമായൊരു സ്ഫോടനം ഈ ഹോട്ടലിൽ ഉണ്ടാകുകയാണ്. ആ മുറി മാത്രം, വേറെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല, ആ മുറി മാത്രം ഭസ്മമായി പോകുന്നു. അദ്ദേഹത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും കിട്ടിയില്ല. അത്ര ഭീകരമായിട്ട് അത് പൊട്ടിത്തെറിച്ചു പോയി. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടനയുടെ പിന്നിലെ കിഡോൺ എന്ന് പറഞ്ഞ ഒരു വിഭാഗം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഇപ്പം 1972 മ്യൂണിക് ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോഴേ ഇത് പ്രതികാരം ചെയ്യണം തീരുമാനിച്ചു. അപ്പം മൊസാദും കിഡോണുമായിട്ടൊരു വ്യത്യാസമുണ്ട്. മൊസാദ് ഒരു ചാരസംഘടനയാണ്, കിഡോൺ ഒരു കില്ലർ സ്ക്വാഡാണ്. അവർക്ക് ചാരപ്രവർത്തനമില്ല, അവർ കൊല്ലുക മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ ചാരപ്രവർത്തനവും ഈ കൊലപാതകവും കൂടെ പാരലായിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സവി സമീർ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഈ സവി സമീറാണ് ഈ ഇസ്രായേലി മൊസാദിന്റെ തലവനെന്ന്. സവി സമീർ അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ഗോൾഡ മേയറിനെ കണ്ടു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഗോൾഡ മേയർ. അവരൊരു 1000 പുരുഷന്മാർക്ക് തുല്യമാണ്. ഈ ഗോൾഡ മേയറിന് പറ്റിയൊരു പ്രതിരോധ മന്ത്രി മോഷെ ദയാൻ. യുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ആള്, ഒറ്റ കണ്ണ് കൊടുക്കണം. 1973 യോം കിപ്പർ യുദ്ധം, അത് വാസ്തവത്തിൽ ആ വിജയത്തിന് പിന്നിൽ മോഷെ ദയാൻ ഫീൽഡിൽ നിന്ന ആളാണ്. അതിസാഹസികനായിട്ട് ഒരു യോദ്ധാവാണ്. അപ്പൊ ഗോൾഡ മേയറിനോട് സംസാരിച്ചു. ഗോൾഡ മേയർ അപ്പൊ തന്നെ ഇദ്ദേഹത്തിനോട് മോഷെ ദയാനോട് സംസാരിച്ചു. അപ്പൊ സവി സമീർ പറഞ്ഞു, ഇതാണ് നമ്മള് ചാരപ്രവർത്തനം നടത്തട്ടെ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവരെ എലിമിനേറ്റ് ചെയ്യണം. അതിനകത്ത് വേറെ ഒരു ധാർമ്മികതയെ നോക്കിയിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയാണ് ഇസ്രായേലിനെ തകർക്കാനായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അവർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഗോൾഡ മേയറാണ് ദ കിഡോൺ എന്ന് പറയുന്ന സംഘടന, കൊലയാളി സംഘത്തിന് രൂപം കൊടുക്കാൻ സവി സമീറിനെ ഏൽപ്പിച്ചത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് കിഡോണിന്റെ എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഓപ്പറേഷനാണ് ഞാൻ ഈ പറഞ്ഞ ഹുസൈൻ അൽ ബഷീറിനെ കൊന്നുകൊണ്ട് നടത്തിയത്. പിന്നെ അവസാനത്തെ ഓപ്പറേഷൻ ഇസ്മായിൽ ഹനിയയൊക്കെ വന്ന അവസാനത്തെ കാലമാണ്. അപ്പൊ അവരെ അത്ര ഒരു ഗ്രൂപ്പ് വെച്ചിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും സൈനിക തലവനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരാള് ഇസ്രായേലിനെ എതിരായിട്ട് തീരുമാനമെടുത്തു. ഇപ്പൊ തന്നെ ഇറാനിലെ ബഹളം നടക്കുന്നു. ഇറാനിലെ ഈ നാശങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഖൊമേനി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഇറാനെ കുറിച്ചോ ഇറാന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചോ കാർഷിക വ്യവസായ രംഗത്തെ മാറ്റത്തെക്കുറിച്ചോ അതൊന്നും ആ മനുഷ്യന്റെ കൺസേൺ അല്ല. അങ്ങനെയുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ തകർക്കുക. അപ്പൊ അത്തരം ആളുകളെ
കൊന്നു തള്ളുക, അതൊരു വ്യക്തിയെ മാത്രമേ കൊള്ളത്തില്ല. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മൊസാദ് ഒരു ഓപ്പറേഷൻ നടത്തുമ്പോഴേ കഴിയുന്നതും നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടാതെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പൊ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു, വേറെ കൊല്ലപ്പെട്ടവരെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അവർ ആ ഒറ്റ ആളിനെ മാത്രമേ ഫോക്കസ് ചെയ്ത് മിനിമം കാഷ്വാലിറ്റിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ മൊസാദ് ഒരു പ്രത്യേക നിഷ്കർഷ പുലർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ മൊസാദ് വേറെ ഒരു കാര്യം ചെയ്തു. 1960 അഡോൾഫ് ഐക്മാൻ എന്ന ആളുണ്ടായിരുന്നു ജർമ്മനിയിൽ. അഡോൾഫ് ഹിറ്റ്ലറിനെ ഈ ജൂതവേട്ടയ്ക്ക് ഏറ്റവും സഹായിച്ചത് അദ്ദേഹമാണ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് അയാൾ ഇവിടെ ഓപ്പറേഷനായി. ഈ ലോകത്തുള്ള എല്ലാ അമേരിക്കൻ ചാരസംഘടന, സിഐയും ബ്രിട്ടന്റെ ചാരസംഘടനയൊക്കെ ഇദ്ദേഹത്തിനെ കുറിച്ച് തിരക്കുന്നുണ്ട്. അവസാനം ഇദ്ദേഹത്തിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നത് ഈ മൊസാദാണ്. മൊസാദ് അദ്ദേഹത്തിനെ കണ്ടെത്തിയതിനെ കുറിച്ച് വലിയ രസകരമായ ഒരു കഥയുണ്ട്. ഐക്മാനോട് ഒരു ഇറച്ചിക്കട എന്തോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ വേറൊരു പേരിലാണ് പുള്ളി നിൽക്കുന്നത്. പാസ്പോർട്ടൊക്കെ വേറെ വല്ല കള്ള പാസ്പോർട്ടാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോഴേ, വഴിയിൽ ഇങ്ങനെ നടന്നു പോയപ്പോഴേ ഇയാളാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് പുറകിൽ നിന്ന ഒരാള് മിസ്റ്റർ അഡോൾഫ് ഐക്മാൻ എന്ന് വിളിക്കുകയാണ്. നടന്ന ആളുകൾ പോവാണ്, ഇയാൾ മാത്രം തിരിഞ്ഞു വന്നു. അപ്പൊ ആളുടെ ഒറ്റ മിനിറ്റ്, അത് നമ്മളൊരു സാധാരണ ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത് അവിടെ. അപ്പൊ തന്നെ അയാളെ പൊക്കി അവിടെ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത്, നിയമപരമായ വിചാരണ എല്ലാം ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന്റെ വധശിക്ഷയൊക്കെ നടപ്പാക്കിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മൊസാദ് എന്ന് പറയുന്ന ഒരു സംഘടന ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു കാര്യമാണ്. അവരിലെ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഈ കിഡോൺ എന്ന് പറയുന്ന അവരുടെ ഒരു കില്ലർ ഗ്രൂപ്പ്. അത് തന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ അജിത് ഡോവല് ഇതേ മാർഗം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തിയവനെയൊക്കെ ഈ അജ്ഞാതര് കൊന്നു. ഏത് അജ്ഞാതനാ കൊന്നത്? അതുപോലെ തന്നെ കാനഡയിൽ നിന്നുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം ഇന്ത്യക്കെതിരെ നടന്ന്, ഇന്ത്യക്കെതിരെ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനെ കൊല്ലുകയല്ല. പിന്നെ എന്ത് ചെയ്യണം? അവനെ ഇവിടെ വിളിച്ചുകൊണ്ടൊന്ന് മജിസ്ട്രേറ്റ് കേസ് കൊടുക്കാൻ നിൽക്കും. അവനെ കൊല്ലുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഒരു രഹസ്യ പോലീസ് ഏറ്റെടുത്ത ലോകത്തിലെ ഏക രാജ്യം ഇസ്രായേലാണ്. അതുപോലെ നമ്മൾ ബ്ലാക്ക് സെപ്റ്റംബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ബ്ലാക്ക് സെപ്റ്റംബർ ഭീകരവാദികൾ ഒരിക്കൽ ഇസ്രായേലിന്റെ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത അവിടെയാണല്ലോ നമ്മൾ ആദ്യം സാക്ഷാൽ നെതന്യാഹുവിനെ കാണുന്നത്. അന്ന് ഈ ബ്ലാക്ക് സെപ്റ്റംബർ റാഞ്ചിയ ഫ്ലൈറ്റിൽ നിന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്താനായി ഇസ്രായേൽ പ്രയോഗിച്ച ഒരു തന്ത്രമുണ്ട്. കാരണം അന്ന് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം. ഫ്ലൈറ്റിന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ, ഏതെങ്കിലും തലത്തിൽ ഒരാക്രമണത്തിന് സർക്കാർ മുതിർന്നാൽ ബോംബിൽ തകർക്കും എന്ന ഭീഷണിയാണ് ഈ ഭീകരന്മാർ ഉയർത്തിയത്. തൊട്ടു പിന്നാലെ മൊസാദ് അതിൽ ഇടപെടുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് മൊസാദിന്റെ 15ഓളം കമാൻഡോകൾ യാത്രക്കാരെ രക്ഷപ്പെടുത്താനായി വരുന്നു. പക്ഷെ ശ്രദ്ധേയമായ ചില കാര്യം, 7 പേരാണ് ഫ്ലൈറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഫ്ലൈറ്റ് അതിനിടയിൽ ഇവർക്കൊരു തന്ത്രപരമായ അബദ്ധം പറ്റി പൈലറ്റിനെ ചർച്ചകൾക്കായി വിട്ടു. അപ്പോൾ പൈലറ്റാണ് അതിൻ്റെ സ്ഥിതിവിവരങ്ങൾ അത് ഭരണകൂടത്തിന് നൽകുന്നത്. തുടർന്ന് പൈലറ്റ് തന്നെ പറയുന്നു, ഫ്ലൈറ്റിന് സാങ്കേതിക തകരാറുണ്ട്, ഇനി നമുക്ക് ഫ്ലൈറ്റ് മുന്നോട്ട് പോകില്ല. അപ്പോൾ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ കുറച്ച് ടെക്നീഷ്യന്മാരെ വിടണം. അങ്ങനെ ടെക്നീഷ്യന്മാരുടെ വേഷത്തിൽ നെതന്യാഹു മറ്റ് 7 പേരും ഫ്ലൈറ്റിനകത്തേക്ക് വരുന്നു. കയറിയപാടെ ഭീകരന്മാർക്ക് നേരെ വെടി ഉതിർത്തുന്നു. ഒരു യാത്രക്കാരനും നെതന്യാഹുവിന്റെ ഒപ്പമുണ്ടായിരുന്ന ഒരാളും കൊല്ലപ്പെടുന്നു. പക്ഷേ നെതന്യാഹുവിന്റെ കയ്യിൽ വെടിയേറ്റ ആ ഒരു നെതന്യാഹുവിന്റെ ഒരു ചിത്രമുണ്ട്. അതൊരു മൊസാദ് ഓപ്പറേഷനാണ്. അപ്പോൾ പൂർണ്ണമായും മൊസാദിനെ നെഞ്ചേറ്റുന്ന ഒരു നേതാവാണ് നെതന്യാഹു. ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. നെതന്യാഹുവിന്റെ സഹോദരൻ യോനാഥൻ നെതന്യാഹു, നമ്മൾ എൻഡബേ ഇദി അമീന്റെ കയ്യിൽ നിന്ന് അവരുടെ ഫ്ലൈറ്റുമായി വീരോചിതമായി മടങ്ങുന്ന ഒരു കാഴ്ച. അന്ന് യോനാഥന്റെ ഒരു മരണം, ആ ആക്രമണത്തിൽ സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ട നെതന്യാഹു പിന്നീട് അമേരിക്കയിൽ പോയി തിരികെ ഇസ്രായേലിലേക്ക് വരുന്നത് യോനാഥന്റെ പേരിൽ ഒരു തീവ്രവാദ വിരുദ്ധ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിച്ചുകൊണ്ടാണ്. റിസർച്ച് സെന്റർ അദ്ദേഹം തുടങ്ങുന്നു. പിന്നീട് സൈന്യത്തിൽ 2 വർഷം പ്രവർത്തിക്കുന്നു. ആ കാലഘട്ടത്തിൽ മൊസാദുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. കമാൻഡോ എന്ന നിലയിൽ പിന്നീട് നെതന്യാഹു അറിയപ്പെടുന്നു. അതേ നെതന്യാഹുവിന്റെ കൈകളിൽ വീണ്ടും ഇസ്രായേൽ സുരക്ഷിതമാകുന്നു എന്ന് പറഞ്ഞു വെക്കേണ്ടി വരില്ലേ ഇപ്പോൾ? അല്ല, നെതന്യാഹുവിനെ പോലെ ധീരനായ ഒരു ഭരണാധികാരി ഇസ്രായേലിൽ ഇല്ലെങ്കിൽ ഇസ്രായേൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. നെതന്യാഹുവിന് എതിരുള്ള ആളുകളുണ്ട്. ഓക്കെ, അതെല്ലാം ശരിയാണെങ്കിലും നെതന്യാഹുവിന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ
ജൂതന്മാർ ഇന്ന് ഒന്നിച്ച് നിൽക്കുകയാണ്. അവരെ നമ്മൾ കരുതുന്ന പോലെ അങ്ങനെ ഒന്നിച്ച് നിർത്താൻ ഇത്തിരി പ്രയാസമുള്ള വിഭാഗമാണ് ഈ വലിയ ജനാധിപത്യ ബോധം അവർക്കുണ്ട്. ഇപ്പോഴും ജനാധിപത്യം ഉണ്ടല്ലോ. അതാണ് കുറച്ചു മുമ്പ് സുയോൻ പറഞ്ഞത്, കത്തി നമ്മുടെ മാംസം തുളയ്ക്കുന്നിടം വരെ, തൊടുന്നിടം വരെ നമ്മൾ തിരിച്ചടിക്കാൻ പാടില്ല. അത് അവർ ആ ഒരു മര്യാദ എല്ലാ കാര്യത്തിലും സത്യത്തിന് അവര് പുലർത്തിയിട്ടുണ്ട്. അത് ഇപ്പൊ തന്നെ ഈ മൊസാദിന്റെ ചരിത്രം നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 1972 മ്യൂണിക്കിലെ കൊലപാതകത്തിന് ശേഷം പിന്നെ നടക്കുന്ന എൻഡബേ ഓപ്പറേഷനാണ്. പിന്നെ നടക്കുന്നത് ഈ ഒക്ടോബർ 7 ഒക്ടോബർ 7 അയൺ ഡോം തകർത്തുകൊണ്ട് ഹമാസ് വന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണം. ഇത്രമാത്രം ബുദ്ധിയുള്ള ഇസ്രായേലി ശാസ്ത്രജ്ഞന്മാരും സൈനികരും തീർത്ത ഒരു അയൺ ഡോം ഭേദിച്ചുകൊണ്ട് ഹമാസിന് വന്നു കടന്ന് കയറാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അല്ല, അതിലെ 2-3 തല ഒന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കിയതാണ്. അവരുടെ വിശുദ്ധ ദിനമായിരുന്നു. മിക്ക സൈനികരും ഉപവാസത്തിലും പ്രാർത്ഥനയിലും വീടുകളിൽ അവധിയിൽ പ്രവേശിച്ച സമയം വളരെ കൃത്യതയാർന്ന ഒരു സമയമാണ് ആക്രമണത്തിന്. പണ്ട് യോം കീപ്പർ യുദ്ധം തുടങ്ങുന്നത് പോലെ ആക്രമണത്തിനായി തെരഞ്ഞെടുക്കുന്ന ആ ഒരു സമയം, ആ സമയം മാത്രമല്ല പിന്നീട് ആക്രമണത്തിന്റെ ഒരു ശൈലി. ഇസ്രായേൽ ഒരിക്കലും അത്തരമൊരു ശക്തിയേറിയ ആക്രമണം പ്രതീക്ഷിച്ചില്ല. ഒരു വശത്ത് മിസൈലുകളുടെ ഒരു മഴ പെയ്യുന്നു, മറുവശത്ത് ഈ ഭീകരന്മാർ കൂട്ടത്തോടെ ഇസ്രായേൽ മണ്ണിലേക്ക് ഇരച്ചു കയറുന്നു. അപ്പോൾ സമാനതകളില്ലാത്ത ക്രൂരത അവർക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് ലോകക്കടന്ന് അവർ മറ്റൊരു തലത്തിലേക്ക് യുദ്ധത്തെ വ്യാപിപ്പിക്കുന്നതും അതിശക്തമായി തിരിച്ചടിക്കുന്നതും ലോകം ഒരുപക്ഷെ കരുതാത്തിടത്തേക്ക് അവർ യുദ്ധം കൊണ്ട് ചെന്നെത്തിക്കുന്നു. ഹമാസിനെ, ഹിസ്ബുള്ളയെ, സിറിയൻ ശത്രുപക്ഷത്തെ, ഇറാഖിലെ ഷിയ മിലിഷ്യകളെ, എന്തിനേറെ ഇപ്പോൾ ഹൂതികൾക്ക് നേരെ വരെ ആക്രമണം തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തമായ പദ്ധതി. നേരത്തെ ഇസ്മായിൽ ഹനിയെ, വളരെ സുരക്ഷിതമെന്ന് കരുതിയ ഇസ്മായിൽ ഹനിയെ വധിച്ച രീതി, ഇറാൻ മണ്ണിൽ ഇറാന്റെ സുരക്ഷിത കോട്ട ഒത്തലങ്ങളിൽ ഒളിച്ച ഹനിയെ വധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ലോകത്തിന് കൃത്യമായൊരു സന്ദേശമാണ് ഇസ്രായേൽ ഇതുവഴി നൽകുന്നത്. ആദ്യം ഖമനേയി ഇസ്രായേലിന് നേർക്കൊരു വെല്ലുവിളി ഉയർത്തുന്നു. ഹിസ്ബുള്ളയ്ക്ക് നേരെ നിങ്ങൾ തിരിഞ്ഞാൽ ഇസ്രായേലിന്റെ സർവനാശത്തിൽ അത് കലാശിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ആ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളാണ്. അപ്പോഴും ഖമനേയി ഇസ്രായേലിനെ വെല്ലുവിളിച്ചു. ഹിസ്ബുള്ള നിങ്ങൾ കരുതുന്നിടത്തല്ല, ഹിസ്ബുള്ളയുടെ മാരക പ്രഹരശേഷി ഇനി ഇസ്രായേൽ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറയുന്നിടത്ത് പിന്നീട് ഹിസ്ബുള്ളയുടെ തന്നെ തലവൻ കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഇറാൻ നിശബ്ദമാകുന്നു. ഇറാന് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടി ഭയാനകമായിരുന്നു. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ, ഹമാസിന്റെ സർവനാശം, പിന്നീട് സിറിയയുടെ തകർച്ച. ഈ സിറിയയുടെ തകർച്ചയ്ക്ക് പിന്നിൽ മൊസാദിന്റെ ഇടപെടലുകളുണ്ട് എന്നാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം സിറിയൻ അസദ് സൈന്യ വിഭാഗം പൂർണ്ണമായി കീഴടങ്ങി ഒരു തിരിച്ചടിക്ക് പോലും ശ്രമിക്കാതെ അവർ വീണു എങ്കിൽ അതിന്റെ പിന്നിൽ മൊസാദിന്റെ കൂടി പ്രവർത്തനങ്ങൾ ഉണ്ടോ? അല്ല, മൊസാദിന്റെ പ്രവർത്തനം ശിവനെ പ്രവചനാതീതമാണ്. കാരണത്തില് USSRൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മൊസാദിന്റെ ചാരന്മാരുണ്ടായിരുന്നു. കാരണം സ്റ്റാലിന് ശേഷം ക്രൂഷ്ചേവ് വന്നു. ക്രൂഷ്ചേവ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്റ്റാലിനെ റെഫർ ചെയ്യുകയാണ്. സ്റ്റാലിൻ ചെയ്ത ജനാധിപത്യ വിരുദ്ധമായ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ക്രൂഷ്ചേവ് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊരു കഥ പ്രചരിക്കുന്നത്, സ്റ്റാലിൻ ജീവിച്ചിരുന്നപ്പോഴെന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്തുകൊണ്ട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. പറഞ്ഞ ആള് നിശബ്ദത പാലിച്ചപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുന്നത്. സത്യമൊന്നുമില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ, കഥയായിരിക്കും ഒരു പക്ഷെ പ്രശ്നം അതല്ല. ക്രൂഷ്ചേവ് സ്റ്റാലിന്റെ പോളിസിയെ നിഷേധിച്ചുകൊണ്ട് ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് ലോകം അറിയുന്നത് മൊസാദ് പറഞ്ഞപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മൊസാദിന്റെ ചാരന്മാര് സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൊസാദിന്റെ കരങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഉള്ളത് കാര്യം പ്രവചനാതീതമാണ്. ഇപ്പൊ സുയം തന്നെ പറഞ്ഞ പേജർ ഒരു മലയാളി ഉണ്ടാക്കിയ പേജറാണ്, അത് വേറെ കഥ. എങ്കിൽ പോലും ഈ പേജർ ഉപയോഗിച്ചാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, വാക്കി ടോക്കി ഉപയോഗിച്ച് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എത്രയോ കാലം മുമ്പ് കണ്ടുപിടിച്ച് ഈ പേജറിനകത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ചിരിക്കുകയാണ്. പേജർ ഉപയോഗിക്കാൻ മടിയായി. അടുത്ത സമയത്ത് ആരോ തമാശയായിട്ട് പറഞ്ഞു, ഇപ്പം ആയതുള്ള കമ്മ്യൂണിക്ക് ബാത്റൂമിൽ പോകാൻ പേടിയാണ്, ഫ്ലഷ് അടിച്ചാൽ തുടങ്ങിയാൽ ശബ്ദവും എന്നുള്ള പേടിയാണ്. അപ്പൊ അത്തരം ഒരു ഭീതി ഇവരിൽ വിതയ്ക്കാൻ കഴിയും. പേജറിന്റെ കാര്യം പറയാൻ മറ്റൊരു കാര്യം കൂടി ഓർത്തിരുന്നോണം. ഈ ഇസ്രായേലിൽ ഇപ്പൊ ശരിയാക്കാൻ വേണ്ടി നിന്നൊരാളുണ്ട് ടർക്കിയില്, ഉറുദുകാരൻ. ഈ പേജർ പൊട്ടിയതിനു ശേഷം അധികം കാര്യമായിട്ടൊന്നും മിണ്ടാൻ പോകുന്നില്ല. കാരണം എപ്പോഴാണ് മരിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. അപ്പൊ ഇതിന് ഈ കിഡോണിനെ കുറിച്ച് അവർ പറയുന്നത്, ഇസ്രായേലുകാരെ അഭിമാനിക്കുന്നത്, പാറ പോലെ ഉറച്ചതും തീക്കാറ്റിനേക്കാൾ തീഷ്ണവുമാണ്
കിഡോണിന്റെ നീക്കങ്ങളിലാണ്. അങ്ങനെയാണ് കിഡോണിനെ എന്ന് പറഞ്ഞാൽ മൊസാദിലെ ഏറ്റവും സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരെയാണ് അവര് കിഡോൺ എടുത്തിരിക്കുന്നത്. അപ്പൊ കിഡോൺ എന്ന് പറഞ്ഞത് മൊസാദ് അല്ലത്, വേറൊരു യൂണിറ്റാണ് കിഡോൺ. അപ്പം പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കിഡോൺ ആരെയും അങ്ങനെ പെട്ടെന്ന് കൊല്ലില്ല. കിഡോൺ ഒരാളിനെ വധിക്കാൻ തീരുമാനമെടുക്കണമെങ്കിൽ അത് ഇസ്രായേലി പ്രധാനമന്ത്രി നേരിട്ട് ഉത്തരവ് കൊടുത്തെങ്കിൽ മാത്രമേ. വലിയ പ്രോട്ടോകോൾ ഉണ്ട്. അതാ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞ് ഇന്ന ആളിനെ വധിക്കണം, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരാളെ വധിക്കത്തുള്ളൂ. അല്ലാതെ കൊട്ടേഷൻ സംഘങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പോലെ പോയി ചെല്ലുന്ന ഒരു കൊട്ടേഷൻ സംഘം അല്ല കിഡോൺ. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾക്കകത്ത് ചില എത്തിക്സ് ഒക്കെ അവർക്കുള്ള ആളുകളാണ്, അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്തായാലും ശരി, ഇത്തരം ഒരു ചാരസംഘടന ലോകത്ത് ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. ഇപ്പോഴത്തെ ഈ യുദ്ധഗതി നിയന്ത്രിക്കുന്നതിലും മൊസാദിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ സിറിയയില് സ്വയം പറഞ്ഞ പോലെ തന്നെ സിറിയയിലെ ഭരണം അസാദ് പിന്നെ റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് കോടികളുമായിട്ടാണ്. അപ്പം $50 മില്യൺ കടന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്തത്. അതെ, ഇപ്പൊ ഇനിയും സിറിയ ആര് ഭരിച്ചിട്ടും കാര്യമില്ല. കാരണം ഗോലാൻ കുന്നിന്റെ തന്ത്രപ്രധാന ഭാഗങ്ങളെല്ലാം ഇസ്രായേലിലേക്ക് വന്നു, മൗണ്ട് ഹെർബോൺ അടക്കം. ഇനി അവരത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷെ അവർ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിന്റെ ഒരു ഭാഗം വിട്ടുകൊടുത്തിട്ടുണ്ട്, ഗോലാൻ കുന്നും അവർ വിട്ടുകൊടുത്താണ്. പക്ഷേ വിട്ടുകൊടുത്തുകൊണ്ടൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഇസ്രായേലിനെ തിരിച്ചറിയുകയാണ്. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശം. തീവ്രവാദം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അതിന് ലോകത്തിന്റെ ഒരു അംഗീകാരം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ തന്നെ ഇസ്രായേല് ഈ സിറിയയുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നു, പാലസ്തീൻ യുദ്ധം ഉണ്ടാകുന്നു, 50,000 പേര് കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ എത്രയോ മനുഷ്യാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത വലിയ വലിയ കെട്ടിടങ്ങൾ ബോംബിങ്ങിൽ തകർന്നു പോകുമ്പോഴേ നമ്മൾ ആലോചിക്കണം, ആ കെട്ടിടം പണിതുയർന്നതിന്റെ പിന്നിൽ എത്ര മനുഷ്യാധ്വാനമുണ്ട്. പക്ഷെ തകർന്നു വീഴാൻ നിമിഷാർത്ഥ നേരം മതി. അതിലെല്ലാം കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് തീവ്രവാദമാണ്. തീവ്രവാദത്തിനെ ഒറ്റപ്പെടുത്താനും തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പം പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ കലാപവും അക്രമവും കൊലപാതകങ്ങളും ഒക്കെ. വളരെ നന്ദി പ്രൊഫസർ കോന്നി ഗോകുമാർ. നന്ദി, നമസ്കാരം.